ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാട്ടോ. ഇപ്പം നമ്മൾ ആദ്യം പോണത് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് മഴ ഭയങ്കര കുറവാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ മഴ കിട്ടിയിട്ടില്ല കേട്ടോ. മഴ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്ന് വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു, വെയിലുണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്ന് മഴ ഉണ്ടായാൽ മതിയായിരുന്നു. സ്വാഭാവികം. ഇപ്പം റാശി മുടി വെട്ടാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അസ്മാബി കോളേജിൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. അതെന്തിനാന്നൊക്കെ വഴിയെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാരേന്ന് മീൻ വാങ്ങണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടി. പിന്നെ കൊടുങ്ങല്ലൂർ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരത്തെ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് പോലത്തെ ഒരു ബ്ലോഗാണ് ഇട്ടത്. പിന്നെ റാശി മുടിയൊക്കെ വെട്ടി വന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. സ്ഥിരമായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മുടി വെട്ടുന്ന ഒരു കടയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ കടയ്ക്ക് പോണ വഴിയിലാണ് ഈ ഒരു കട കണ്ടത്. അന്നേരം പിന്നെ അവിടെ ഒന്ന് നോക്കാമെന്ന് വെച്ച്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കാരെത്താനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു മീൻ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് അസ്മാബി കോളേജിൻ്റെ അവിടേക്ക് പോകാമെന്ന്. പിന്നെ വിചാരിച്ചു തിരിച്ചു വരുന്ന വഴിക്ക് വാങ്ങാമെന്നുള്ളത്. നമ്മളെപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ മീൻ വാങ്ങാറുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ അതിരാവിലെ പോയി വാങ്ങും കേട്ടോ. പുഴ മീനൊക്കെ വാങ്ങുന്ന സമയത്താണ് അതിരാവിലെ പോയി വാങ്ങാറുള്ളത്. ഇപ്പം നമ്മുടെ ഈ കാരയിൽ മീൻ വാങ്ങുന്ന സമയത്ത് മിക്കതും വൈകിട്ട് വന്നിട്ട് തന്നെയാണ് കേട്ടോ മീൻ വാങ്ങാറുള്ളത്. നമ്മളിവിടെ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു തട്ടിൽ നമ്മൾ ഞണ്ട് കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. വരുമ്പോഴത്തേന് അത് ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ അഞ്ചങ്ങാടിയിൽ വളയനോട് തന്നെയുള്ള ഈ ഒരു കടയില്ലേ, ഇവിടെ നിന്നാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ കൂട് എപ്പോഴും നിറഞ്ഞിരിക്കും. ഇതുവരെ ഇത് കാലിയായിട്ട് കണ്ടില്ല. കൂടുന്ന ഉദ്ദേശിച്ചത് കണ്ണാടി കൂടാണ് കേട്ടോ. ഇത് കാലിയായിട്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നെ ഇല്ല. അത് മാത്രമല്ല ഇവിടുത്തെ നെയ്യപ്പൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സവാള വടയും കടലയും കൂടെ മിക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യപ്പവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും ഈ സമാവർ ചായക്ക് അഡിക്റ്റാണ്. ചായ കൂടി എത്ര നിർത്തണം എന്ന് വിചാരിച്ചാലും അതിൽക്ക് അങ്ങോട്ട് എത്തണില്ല. ഒരു ദിവസം ഒരു ചായയെങ്കിലും നിർബന്ധമാണ്. പക്ഷെ ഒരെണ്ണത്തിൽ നിൽക്കൂല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. സവാള വടയും കടലയും മിക്സ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ റൊട്ടിയും കടലയും മിക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ സവാള വടയും കടലയും മിക്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കടലയും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും ഇതുപോലുള്ള കുഞ്ഞ് തട്ടുകട, ഇതുപോലെ ചെറിയ ചായക്കട, ഇങ്ങനെയുള്ള കടകളിലത്തെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഉച്ചക്കലത്തെ ഭക്ഷണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഈ ചേച്ചിമാരെ കടയില്ലേ നാടൻ ഊണ് ഇലയിലൂണ് എന്നൊക്കെ പറഞ്ഞ് കിട്ടണേ അവിടെയാണ് കേട്ടോ കൂടുതൽ കയറാറുള്ളത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ അസ്മാബി കോളേജിൻ്റെ ഇവിടെ എന്തിനാ വന്നേന്നല്ലേ, അർജൻറ്റീന ഫൈനൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ജേഴ്സി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഇതായൊരു സ്റ്റോറില്ലേ കിറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ നിന്നാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി അവിടെ നിർത്തി കാണിച്ച് പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു അടച്ചിട്ട കടയുടെ മുന്നിൽ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് നേരെ മുകളിലാണ് കേട്ടോ ഇത് വരുന്നത്. മുകളിലേക്ക് കയറിപ്പോയി നമ്മൾ വിളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ കട അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ആ ചിക്കനെ വിളിച്ചപ്പോൾ കാണുന്ന ഗ്രൗണ്ടില്ലേ അവിടെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ജേഴ്സി നോക്കിയെങ്കിൽ കൂടി ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തയ്പ്പിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പോലും എന്ന് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. ശനിയാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ കൂടി അത് കഴിയുമെന്ന് അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്. അപ്പം നമ്മൾ വിളിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് കൊടുങ്ങല്ലൂർക്കാണ്. കൊടുങ്ങല്ലൂർക്കല്ല, നമുക്ക് ആദ്യം മീൻ വാങ്ങണം. മീൻ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്ക് പോകും. ഞണ്ടും ചാളയും വാങ്ങാന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവോ എന്നൊരു ഇതുണ്ടായിരുന്നു. ചില സമയത്ത് പെട്ടെന്ന് കഴിയാറുണ്ട്, ചില സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് കഴിഞ്ഞിട്ടുണ്ടാവല്ലേ എന്നുള്ളൊരു സംഭവമായിരുന്നു. ഇവിടുന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കാരയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് മീൻ വാങ്ങാം കേട്ടോ. നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിട്ടാ. നമ്മൾ ഈ ഹാർബറിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അത് മാത്രമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കടലിൽ പോയിട്ട് ചൂണ്ടിടുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ആ ഒരു വ്ളോഗിലുണ്ട്. കുറച്ച് ലെങ്ത് ഉള്ളൊരു വ്ളോഗാണ്. പക്ഷേ ഈ പ്രവാസികൾക്കൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗായിരിക്കുള്ളൂ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കിട്ടാ. അപ്പം നമ്മളിവിടെ പോണ വഴിക്ക് ഏത് തട്ടിലാണ് ഞണ്ട് കണ്ടതെന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഒരറ്റത്തു നിന്ന് തുടങ്ങി നമ്മൾ ഓരോ തട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ടിന്റെ തട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. നല്ല ജീവനുള്ള ഞണ്ടായിരുന്നു കേട്ടോ. അല്ല അത് മറ്റേ മെയിലല്ലേ. അപ്പൊ നമ്മള് ഞണ്ട് 1/2 കിലോ ചാള 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പൊ രാശി ചത്തത് മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞണ്ടും ഒട്ടുമിക്കതും ജീവനുള്ളതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ മീനാണ് കേട്ടോ പല്ലിക്കോര. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കടലിൽ ചൂണ്ടിടാൻ പോയെന്ന്. അപ്പൊ നമ്മൾ അപ്പുറത്തുള്ള ചേട്ടൻ ഈ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോക്കിട്ടാ. വെട്ടം കൊടുക്കുന്നു. കണമ്പട്ട പച്ച കണ ചാള തന്നെയല്ലേ കൊടുത്താ ചാളെടുത്തോ. അപ്പൊ വെട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നന്നാക്കാൻ അറിയില്ല. അതുകൊണ്ട് അത് വാങ്ങിയില്ല. അത് തോലൊക്കെ ഉരിച്ചിട്ട് ഇതാക്കേണ്ട മീനാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ വാങ്ങിയില്ല കാരണം നന്നാക്കാൻ അറിയില്ല. പിന്നെ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്ക് വന്നിട്ടാ. അപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങില്ല നീലം മാങ്ങ എന്ന് പറയാം. ഭയങ്കര മധുരമാണ് കേട്ടോ. അതും റംബൂട്ടാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ വെക്കേഷൻ വരുന്ന സീസൺ അടിപൊളിയാണ് കേട്ടോ. ഈ റംബൂട്ടാൻ, ഞാവൽപ്പഴം, മാങ്കോസ്റ്റീൻ, മാങ്ങ, ചക്ക. മാങ്ങയും ചക്കയൊക്കെ കഴിയാനായിട്ടുണ്ടാവുന്ന സമയമാണ്, എന്നാലും കിട്ടാറുണ്ട്. റംബൂട്ടാൻ നമ്മളതിൽ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കുള്ളൂ കേട്ടോ. റംബൂട്ടാൻ ഉപ്പിലിടുന്ന ഒരു ഷോർട്ട്സ് വരുന്നുണ്ട്. ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ അവക്കാടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പഴുത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി മേടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകണതിന് മുന്നേ ഒരു ജീരക സോഡ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ. പണ്ട് നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് 1 ഉറുപ്പിക്ക് 2 ഉറുപ്പിക്കൊക്കെ സ്ഥിരം വാങ്ങിയിരുന്നൊരു സാധനമാണ് കേട്ടോ അത്. അതിൽ നെല്ലിക്ക, മാങ്ങ, ലൂബിക്ക ഇതൊക്കെ ഇതുമാതിരി ഉപ്പിലിട്ട പാക്കറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ക്യാരറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അന്ന് നമുക്ക് മാങ്ങ, നെല്ലിക്ക, നെല്ലിപ്പുളി, ലൂബിക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ നല്ലൊരു ജീരക സോഡയും കുടിച്ച്. പിന്നെ അതേ മഞ്ചും ഡയറി മിൽക്ക് കൊടുത്തിട്ടാ. എനിക്ക് മിഠായിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് മഞ്ച്. പിന്നെ ഡയറി മിൽക്ക് വലുതിനേക്കാളും എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ 10 ഉറുപ്പിയുടെ ഡയറി മിൽക്കില്ലേ അതിനാണ്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഈ ഒരു 10 ഉറുപ്പിയുടെ ഡയറി മിൽക്കിന്റെ ടേസ്റ്റ് വലിയ ഡയറി മിൽക്കിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ ഇത് ചെറിയൊരു വ്ളോഗാണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.